തൃശൂർ പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച പ്രതിസന്ധി ഒഴിവായി. വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ച ആനകളെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന സർക്കുലർ പിൻവലിച്ചു. മാനത്ത് കരിമരുന്നിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുന്ന തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് ഇന്ന്. സാമ്പിൾ വെടിക്കെട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. പൂരപ്രേമികൾക്ക് ആനച്ചമയങ്ങളുടെ മതിവര കാഴ്ചയുടെ വർണ്ണവിസ്മയമൊരുക്കി ചമയ പ്രദർശനത്തിന് തുടക്കമായി. തിരുവമ്പാടി ചമയ പ്രദർശനം കൗസ്തുഭ ഹാളിലും പാറമേക്കാവ് ചമയ പ്രദർശനം അഗ്രശാലയിലുമാണ് നടക്കുന്നത്. പരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. പയ്യാക്കര സ്വദേശി ജസ്റ്റിനാണ് കുത്തേറ്റത്. പ്രതി ലിജോ ഒളിവിൽ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച പ്രതിസന്ധി ഒഴിവായി. ആനകളുടെ എഴുന്നള്ളിപ്പിനുള്ള നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് ഭേദഗതി ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. വെറ്റിനറി സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം ആനകളെ വീണ്ടും പരിശോധിക്കില്ല. വനംവകുപ്പിന്റെ ഉത്തരവിൽ നിന്നും ഇത് ഉടൻ ഒഴിവാക്കും. പുതിയ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. പൂരം നല്ല രീതിയിൽ നടത്താൻ സർക്കാർ ഒപ്പമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ആനകളുടെ രണ്ടാംവട്ട ഫിറ്റ്നസ് പരിശോധന ഒഴിവാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രനും അറിയിച്ചു. വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനാ സർട്ടിഫിക്കറ്റുള്ള ആനകളുടെ ഫിറ്റ്നസ് പുനഃപരിശോധന പ്രായോഗികമാണ്. ഹൈക്കോടതിയിൽ നൽകിയ പുതിയ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവിറക്കിയതിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ആനകളെ നിയന്ത്രിക്കാൻ 80 അംഗ RRT സംഘം നിർബന്ധമാണെന്നും വനംവകുപ്പിന്റെ ഡോക്ടർമാർ വീണ്ടും ആനകളെ പരിശോധിക്കുമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് പുറമെയാണ് വനംവകുപ്പിന്റെ ഡോക്ടർമാർ ആനകളെ വീണ്ടും പരിശോധിക്കുന്നത്. കടുത്ത നിയമങ്ങളാണെന്നും ഇത് തൃശൂർ പൂരം നടത്തിപ്പിന് പ്രതിസന്ധിയാകുമെന്നും ആന ഉടമകളും ദേവസ്വങ്ങളും വ്യക്തമാക്കി. ഉത്തരവിലെ നിബന്ധനകൾ അപ്രായോഗികമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ നിലപാടിൽ മാറ്റം വരുത്തിയത്. മാനത്ത് കരിമരുന്നിന്റെ വിസ്മയ കാഴ്ചകളുമായി തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് ഇന്ന്. രാത്രി 7 തേക്കിൻകാട് മൈതാനിയിൽ ആദ്യം പാറമേക്കാവും തുടർന്ന് തിരുവമ്പാടിയും തിരികൊളുത്തും. ചരിത്രത്തിലാദ്യമായി ഇത്തവണ തിരുവമ്പാടിക്കും പാറമേക്കാവിനും വെടിക്കെട്ടിന് ഒരേ ചുമതലക്കാരനാണ്. മുണ്ടത്തിക്കോട് സ്വദേശി PM സതീശനാണ് വെടിക്കെട്ട് ഒരുക്കുന്നത്. മൈതാനത്തെ വെടിക്കെട്ട് ശാലകളിലേക്ക് വെടിക്കോപ്പുകൾ എത്തിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. അവസാനഘട്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് സാമ്പിളിന് തിരികൊളുത്തുക. ഗുണ്ട്, അമിട്ട്, കുഴിമിന്നൽ എന്നിവയാണ് പ്രധാനമായി ഉപയോഗിക്കുക. ആകാശത്ത് മായാജാലം തീർക്കുന്ന സ്പെഷ്യൽ അമിട്ടുകൾ ഇത്തവണയും ഉണ്ടാകും. സ്വരാജ് റൌണ്ടിൽ പോലീസ് അനുവദിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ വെടിക്കെട്ട് കാണാൻ പൊതുജനങ്ങൾക്ക് അനുവാദമുള്ളൂ. സാമ്പിൾ വെടിക്കെട്ട് കാണാൻ പൂരപ്രേമികൾ നഗരത്തിൽ എത്തിത്തുടങ്ങി. സാമ്പിൾ വെടിക്കെട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. പൂരങ്ങളുടെ പൂരത്തിന്റെ വിളംബരം അറിയിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരവാതിൽ തുറക്കാൻ ഇത്തവണയും കൊമ്പൻ എറണാകുളം ശിവകുമാർ എത്തും. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയെത്തുന്ന ശിവകുമാർ നാളെ രാവിലെ 11ഓടെ തെക്കേ ഗോപുരനടയിലെത്തി വാതിൽ തുറന്ന് പൂരം വിളംബരം ചെയ്യും. വർഷത്തിൽ പൂരത്തലേന്നും ശിവരാത്രിക്ക് മാത്രമാണ് ഈ വാതിൽ തുറക്കാറുള്ളത്. പൂരത്തലേന്ന് നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളി വന്ന് തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നതോടെയാണ് പൂരാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ എറണാകുളം ശിവകുമാർ എറണാകുളത്തപ്പന്റെ മാനസപുത്രൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏറെ ആരാധകരുള്ള കൊമ്പൻ ശിവകുമാർ തെക്കേ ഗോപുരനട തുറക്കുന്ന കാഴ്ച ആസ്വദിക്കാൻ ആയിരങ്ങൾ തേക്കിൻകാട് മൈതാനിയിലെത്തും. വെള്ളിയാഴ്ചയാണ് തൃശൂർ പൂരം. പൂരപ്രേമികൾക്ക് ആനച്ചമയങ്ങളുടെ മതിവര കാഴ്ചയുടെ വർണ്ണവിസ്മയം ഒരുക്കിക്കൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചമയ പ്രദർശനം കൗസ്തുഭ ഹാളിൽ ആരംഭിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചമയ പ്രദർശനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, കൽദായ സഭ ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ്, കൂർക്കഞ്ചേരി പള്ളി ഇമാം സെയ്ഫുദ്ദീൻ അൽ കാസിമി, ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ TA സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ, ദേവസ്വം ഭാരവാഹികൾ, പൂരപ്രേമികൾ തുടങ്ങിയവർ പൂരാശംസകൾ നേർന്നു. തൃശൂർ പൂരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന പൂരത്തിൽ നിന്ന് ആരും മാറി നിൽക്കരുതെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ പറഞ്ഞു. ഇത്തവണ 10ഓളം സ്പെഷ്യൽ കുടകൾ അണിയറയിൽ തയ്യാറായിട്ടുണ്ട്. അതിൽ 1-2 പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും ബാക്കി സർപ്രൈസ് കുടമാറ്റത്തിന് കാണാമെന്നും സെക്രട്ടറി പറഞ്ഞു. വളരെ ഗംഭീരമായിട്ടുള്ള എല്ലാ വർഷത്തേക്കാളും ഏറ്റവും കൂടുതൽ ഏകദേശം 60 സെറ്റോളം കുടകളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് 900 ചില്ലാനം
എണ്ണമാണ് വരിക. ലോകം വരെ അംഗീകരിച്ചിട്ടുള്ള ആ വിസ്മയം കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം ഏതെല്ലാം തരത്തിലാണ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന്. തിരുവമ്പാടി ഭാഗത്തിന് ഫുൾ സ്വിങ്ങിലാണ് ഇത്തവണ കുടമാറ്റവും എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. കൗസ്തുഭം ഹാളിൽ ഒരുക്കിയ കണ്ണഞ്ചിപ്പിക്കുന്ന ചമയക്കാഴ്ചകൾ പൂരപ്രേമികൾക്ക് നവ്യാനുഭവമായി. എല്ലാത്തരം പുതിയ കുടകളും ചില സ്പെഷ്യൽ കുടകളും ആലവട്ടം വെഞ്ചാമരം, ആനയുടെ ആടയാഭരണങ്ങൾ, തോരണങ്ങൾ, അലങ്കാരങ്ങൾ എന്നിവ പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. വർണ്ണവൈവിധ്യങ്ങളുടെയും ആനയലങ്കാരങ്ങളുടെയും വിസ്മയക്കാഴ്ച പൂരനഗരിക്ക് സമ്മാനിച്ചുകൊണ്ട് പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന ചടങ്ങിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദയും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനും ചേർന്ന് ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്വാമി നന്ദാത്മജാനന്ദ, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, കൽദായ സുറിയാനി ബിഷപ്പ് മാർ ഔഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥികൾ ചമയശില്പികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. 50 സെറ്റ് പട്ടുകുടകളും 12 സെറ്റ് സ്പെഷ്യൽ കുടകളും ആനയലങ്കാരങ്ങളുമാണ് പാറമേക്കാവ് അഗ്രശാലയുടെ 2 നിലകളിലായി സജ്ജീകരിച്ച് വിസ്മയക്കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 വരെയാണ് ചമയ പ്രദർശനം കാണാനാവുക. ഒരിക്കൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ആനിമൽ ഹസ്ബൻഡറിയും വെറ്റിനറിയും കൂടിയിട്ടാണ് സാധാരണ ഇൻസ്പെക്ട് ചെയ്യാറ്. ആ ഇൻസ്പെക്ഷന് ശേഷം വെരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് അങ്ങനെ ഒരു ക്ലാസ് കൂടി ഇട്ടു. വെറ്റിനറി ഫോറസ്റ്റ് ആൻഡ് വെറ്റിനറിയെ കൊണ്ട് വീണ്ടും ചെയ്യിക്കുന്നു പറഞ്ഞു. അത് പിൻവലിച്ചു എന്നാണ് ഇപ്പോൾ നമ്മളോട് റവന്യൂ മിനിസ്റ്റർ ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. സമയത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ട് അദ്ദേഹം പറയണ്ടായി. അത് പിൻവലിച്ചു കഴിഞ്ഞാൽ വലിയൊരു പരിധി വരെ പ്രശ്നങ്ങൾ ഒഴിവാക്കും. സ്ഥാപനമായി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്ത് വരിക. അതിന് അടുത്തെന്താ വരിക എന്ന് നമുക്കറിയില്ല. അതെപ്പോഴും തൃശ്ശൂർ പൂരമാകുമ്പോൾ പലതരത്തിലുള്ള അൺസർട്ടനിറ്റിയും പല പ്രശ്നങ്ങളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വലിയ പ്രയാസം തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്ര നടപ്പുരയിൽ നടന്ന ചടങ്ങിൽ അവശരും രോഗികളുമായ 8 പേർക്കും മരണപ്പെട്ട തൊഴിലാളികളുടെ കുടുംബത്തിനും സാമ്പത്തിക സഹായം നൽകി. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ, സ്വാമി നന്ദാത്മജാനന്ദ, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, മേയർ MK വർഗീസ്, കൽദായ ബിഷപ്പ് മാർ ഔഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ ധനസഹായം വിതരണം ചെയ്തു. പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും ഭക്തജനങ്ങളും സന്നിഹിതരായി. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് ശക്തൻ തമ്പുരാന്റെ കാലത്തെ പതിവ് തെറ്റിക്കാതെ കൽദായ സുറിയാനി സഭ. പൂരം എഴുന്നള്ളിപ്പിന് തീവെട്ടിയിൽ പകരാനുള്ള എണ്ണയുമായി കൽദായ സുറിയാനി ബിഷപ്പ് മാർ ഔഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്തയും സഭാ ഭാരവാഹികളും ഇരു ദേവസ്വങ്ങളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി പാറമേക്കാവ് ദേവസ്വം ഓഫീസിലെത്തി. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ്, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കൽദായ ബിഷപ്പ് മാർ ഔഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത കൈമാറിയ എണ്ണ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, കൽദായ സുറിയാനി സഭാ ഭാരവാഹികൾ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. പയ്യാക്കര തറയിൽ ജോയുടെ മകൻ ജസ്റ്റിനാണ് കുത്തേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വലതു കൈയിലും മുഖത്തും കുത്തേറ്റ ജസ്റ്റിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. അയൽവാസിയായ വരാക്കര കാപ്പാനി വീട്ടിൽ ലിജോ ആണ് കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മദ്യലഹരിയിലെത്തിയ ലിജോ വാക്കുതർക്കത്തിനിടെ ജസ്റ്റിനെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ ലിജോയ്ക്കായി വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ തൊഴിലാളിയാണ് കുത്തേറ്റ ജസ്റ്റിൻ. എരുമപ്പെട്ടി കരിയന്നൂരിൽ പിക്കപ്പ് വാനിൽ ലോഡ് കെട്ടുന്നതിനിടയിൽ കയർ ബൈക്കിൽ കുരുങ്ങി ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കരിക്കാട് പുറവൂർ സ്വദേശി കാക്കുന്നൻമേൽ വീട്ടിൽ അജിത് കുമാറിനാണ് പരിക്കേറ്റത്. ലോഡ് കയർ ഉപയോഗിച്ച് കെട്ടുന്നതിനിടയിൽ അതുവഴി പോകുകയായിരുന്ന ബൈക്കിൽ കയർ കുരുങ്ങുകയായിരുന്നു. പരിക്കേറ്റ അജിത് കുമാറിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 മാസങ്ങൾക്ക് മുൻപ് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ചിരുന്ന ബസ്
കയറ്റാനായി പൊളിച്ച സ്കൂൾ മതിൽ പുനർനിർമ്മിക്കുന്നു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ മതിലാണ് പുനർനിർമ്മിക്കുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിസംബർ 4-നാണ് ചേലക്കര നിയോജകമണ്ഡലം പരിപാടിയുടെ ഭാഗമായി ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത്. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന ബസ് സ്കൂൾ ഗ്രൌണ്ടിലേക്ക് കയറ്റാനായി മതിൽ പൊളിച്ചിരുന്നു. മന്ത്രി കെ രാധാകൃഷ്ണന്റെ വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തത് മോദി സർക്കാർ എന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ചേലക്കര നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TK സൈദലവി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി, ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, UDF ആലത്തൂർ പാർലമെന്റ് നിയോജകമണ്ഡലം ജനറൽ കൺവീനർ PM അമീർ, കോൺഗ്രസ് നേതാക്കളായ E വേണുഗോപാല മേനോൻ, TN കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആനപ്പുറമേറുന്ന വർണ്ണക്കുടകളുടെ തിരയിളക്കം തൃശൂർ പൂരത്തിന് മാത്രം പ്രത്യേകതയാണ്. കാണികളുടെ ആവേശം വാനോളം ഉയർത്താൻ സ്പെഷ്യൽ കുടകളടക്കം ബഹുവർണ്ണ കുടകൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ആചാരസമ്പന്നമായ തൃശൂർ പൂരത്തിന്റെ ആവേശമാണ് കുടമാറ്റം. കുടമാറ്റത്തിന്റെ അഴക് കാണുന്നതിനായി സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം പൂരപ്രേമികൾ പൂരദിവസം പൂരപ്പറമ്പിലേക്ക് ഒഴുകിയെത്തും. പുത്തൻ പരീക്ഷണങ്ങളും വിസ്മയ കാഴ്ചകളും ഒരുക്കുന്ന കുടമാറ്റത്തിൽ കുടകളുടെ അവസാനവട്ട മിനുക്കുപണിയിലാണ് പാർമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും അണിയറ ശില്പികൾ. പുരയ്ക്കൽ വസന്തനാണ്. ഇത് 44-ാം തവണയാണ് അദ്ദേഹത്തിന്റെ കരവിരുതിൽ അഴകിന്റെ വിസ്മയക്കുടകൾ ആനപ്പുറമേറുന്നത്. കൊല്ലമായി ഞാൻ പാറമേക്കാവിന് വേണ്ടി ആനച്ചമയങ്ങൾ ഒരുക്കുന്നത്. 3 മാസമായി ഞങ്ങൾ 22 പേരും ഒരു രാപ്പകലില്ലാതെ ജോലി ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെക്കാട്ടിലൊക്കെ വളരെ ഭംഗിയായി ഇത്തവണ കുടകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഒരു 50 സെറ്റ് കുടകൾ മേലെ ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ കുടകൾ ഒരു 8 സെറ്റിൽ മേലെ പ്രതീക്ഷിക്കാം എന്തായാലും. അതൊക്കെ പൂരത്തിൻ്റെ കുടമാറ്റ സമയത്തേ കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു പണിയായതുകൊണ്ടേ പൂരത്തിൻ്റെ ആ കുടമാറ്റത്തിൻ്റെ സമയത്ത് മാത്രമേ അത് ഞങ്ങൾ പ്രദർശിപ്പിക്കുള്ളൂ. കുടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തുണികളെല്ലാം സൂറത്തിൽ നിന്നാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. 50 സെറ്റിലും മേലെയുള്ള കുടകളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കളറുകളിലും ഡിസൈനുകളിലും പതിനഞ്ചാം തവണയാണ് അദ്ദേഹം തിരുവമ്പാടിക്ക് വേണ്ടി കുടമാറ്റ കാഴ്ചയൊരുക്കുന്നത്. ഈ വർഷം 50 സെറ്റ് കുടയാണ് നിർമ്മിക്കാനുള്ള തീരുമാനം. ഏകദേശം ഒരു 40-50 സെറ്റും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ സ്പെഷ്യൽ കുടയൊക്കെ പുറമെ പണിയുന്നത് അതിപ്പോൾ അന്ന് എത്തുള്ളൂ. ബാക്കി ഇതിൻ്റേതായ മെറ്റീരിയൽസൊക്കെ സൂറത്തിൽ നിന്നാണ് ഇവർ പോയി പർച്ചേസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു 10-12 പേര് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ 2 മാസമായി വർക്ക് ചെയ്യണം. നെറ്റുപട്ടത്തിൻ്റെ പണിക്ക് നേരത്തെ ഒരാഴ്ച മുമ്പ് തന്നെ കഴിഞ്ഞു. സ്പെഷ്യൽ കുട പുറമെയാണ് പണിയുന്നത്. അപ്പം നമുക്കറിയില്ല അത് എത്ര സെറ്റ് ഉണ്ടെന്ന്. എന്നാലും 12 സെറ്റ് ഉണ്ടാവുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയില്ല, കണ്ടിട്ടില്ല. അത് വെച്ചാൽ സാധാരണ വെൽവെറ്റ്, സാറ്റിൻ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ വെച്ചാൽ ഈ കാണാൻ അട്രാക്ഷനുള്ള തുണികളൊക്കെ എടുക്കും. ചുരിദാറിൻ്റെ മെറ്റീരിയൽസും ഇങ്ങനെയുള്ള സാരി അതുപോലെ ഐറ്റംസൊക്കെ എടുക്കും. എല്ലാ പോലും പുതിയതായിരിക്കും. അതുപോലെ തന്നെ വെറൈറ്റി കളേഴ്സ് നോക്കി എടുക്കും. പുത്തൻ പരീക്ഷണങ്ങളുടെ കുടമാറ്റ കാഴ്ചയ്ക്കായി അണിയറയിൽ ഒരുക്കങ്ങൾ സജ്ജം. ഇനി ആവേശത്തിലലിഞ്ഞ് ആനപ്പുറമേറുന്ന വിസ്മയ കുടമാറ്റ കാഴ്ചയ്ക്കായി മനം നിറഞ്ഞ കാത്തിരിപ്പാണ്. ക്യാമറമാൻ പ്രവീണിനൊപ്പം ലിറ്റി ജോൺ, TCV. പാറമേക്കാവ് വിഭാഗത്തിന്റെ കുടമാറ്റത്തിന് ശോഭ കൂട്ടാൻ ഇത്തവണയും അരിമ്പൂരിൽ നിന്നുള്ള സ്പെഷ്യൽ കുടകൾ ഉണ്ടാകും. സ്വർണ്ണ നിറത്തിലുള്ള ആയിരക്കണക്കിന് ചെറുകുമ്പിളകൾ പതിപ്പിച്ച ഈ സ്പെഷ്യൽ കുടകൾ കുടമാറ്റത്തിൽ വർണ്ണ ശോഭ വിതറും. 20 വർഷം മുൻപാണ് അരിമ്പൂർ ഉദയനഗർ സ്വദേശി 48-കാരനായ ചേനാട്ട് സോഹൻ നെറ്റിപ്പട്ടം നിർമ്മാണം ആരംഭിക്കുന്നത്. ഫാൻസി നെറ്റിപ്പട്ടങ്ങൾ, കോലം,
തിടമ്പ് എന്നിവയായിരുന്നു പ്രധാനമായും നിർമ്മിച്ചിരുന്നത്. പാറമേക്കാവ് വിഭാഗത്തിന് സ്പെഷ്യൽ കുടകൾ നിർമ്മിക്കാൻ സോഹന് നിയോഗം ലഭിക്കുന്നത് 6 വർഷം മുൻപാണ്. അന്നു മുതൽ ഈ വർഷം വരെ പതിവ് മുടങ്ങിയിട്ടില്ല. ഞാനൊരു 6 വർഷമായി പാറമേക്കാവിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കുട ചെയ്യണത്. ഞാനൊരു 20 വർഷമായി നെറ്റിപ്പട്ട നിർമ്മാണം നടത്തുന്നത്. നമുക്ക് വേണ്ട മെറ്റീരിയലെല്ലാം നമ്മുടെ കമ്പനിയിൽ തന്നെ നിർമ്മിച്ചിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷം വാൽക്കണ്ണാടി, അതിന്റെ മുന്നത്തെ വർഷം കോലം, നെറ്റിപ്പട്ടം, സ്പെഷ്യൽ ആലവട്ടം അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലും ഒരുപാട് പുതുമകളുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് ടൈമിന് അത് ചെയ്ത് പുറത്തേക്കാക്കുള്ളൂ. സ്പെഷ്യൽ കുടകൾക്ക് യഥാർത്ഥ കുടയുടെ ആകൃതി ഉണ്ടാകണമെന്നില്ല. വാൽക്കണ്ണാടി, നെറ്റിപ്പട്ടം, കോലം, ആലവട്ടം തുടങ്ങിയ രൂപത്തിലുള്ള സ്പെഷ്യൽ കുടകളാണ് സോഹൻ ഇതുവരെ നിർമ്മിച്ചു നൽകിയത്. 4 പേർ ചേർന്ന് 1 മാസത്തെ അധ്വാനമുണ്ട് കുട നിർമ്മാണത്തിൽ. 14 കുടകളാണ് തയ്യാറാക്കുന്നത്. വെൽവെറ്റ്, ഫൈബറിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത കുമിളകൾ എന്നിവയാണ് പ്രധാന നിർമ്മാണ വസ്തുക്കൾ. ഗോളക, നാഗപടം, കുമിളകൾ, ചൂരൽപ്പൊളി, ശൂലം, ചന്ദ്രക്കല എന്നിവ കൃത്യമായി കലാപരമായി ഓരോ കുടകളിലും ചേർക്കും. 2000-ഓളം ചെറുകുമിളകൾ ഓരോ കുടയിലും വച്ചുപിടിപ്പിക്കും. കുട നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കളെല്ലാം സ്വന്തമായി നിർമ്മിക്കുന്നവയാണ്. പാലക്കാടുള്ള സ്വന്തം നിർമ്മാണശാലയിൽ നിന്നാണിവ എത്തിക്കുന്നത്. മനസ്സിൽ തെളിയുന്ന രൂപങ്ങളാണ് കുടകൾക്ക് നൽകുന്നത്. കുട നിർമ്മാണത്തിന് സഹായിക്കാനായി കുടുംബവും സോഹന്റെ ഒപ്പമുണ്ട്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം കാണാനെത്തുന്നവരെ ഇക്കുറി സ്വാഗതം ചെയ്യുന്നത് 9 ഗജവീരന്മാരാണ്. ഒരു കാലത്ത് പൂരത്തിന്റെ ഭാഗമായിരുന്ന എണ്ണം പറഞ്ഞ കൊമ്പന്മാരുടെ കുഞ്ഞൻ പ്രതിമകളാണ് ചമയ പ്രദർശന വേദിയെ വേറിട്ടതാക്കുന്നത്. പാറമേക്കാവ് ദേവസ്വം കൊമ്പന്മാരായ പത്മനാഭൻ, പരമേശ്വരൻ, രാജേന്ദ്രൻ, ദേവിദാസൻ, നാരായണൻ, കിഴക്കുവീട്ടിൽ തറവാട്ടിലെ നാരായണൻ, ദാമോദരൻ, ഗോപി, ഒപ്പം പെരുമ്പാവൂർ ഗോപാലകൃഷ്ണൻ എന്നീ ഗജവീരന്മാരാണ് പാറമേക്കാവിന്റെ ചമയ പ്രദർശന വേദിക്ക് സമീപം അണിനിരക്കുക. ഇന്നുള്ളവർ പലരും കണ്ടിട്ടില്ലാത്ത, എന്നാൽ ഒരു കാലത്ത് പൂരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായിരുന്ന കൊമ്പന്മാരായിരുന്നു ഇവരെല്ലാം. പതിവ് പോലെ ചമയ പ്രദർശന വേദിയിൽ ഇക്കുറി എന്ത് വെക്കണമെന്ന ആലോചനയാണ് വിയൂർ മണലാറുകാവ് നടുവിൽ പുരയ്ക്കൽ രാജനെ ഈ കൊമ്പന്മാരിലേക്ക് എത്തിച്ചത്. പാറമേക്കാവിന് എല്ലാ കൊല്ലം പുതിയ ശീലകളും പുതിയ കുടകളും വെക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലം പുതിയത് തന്നെ നമ്മളും ഇറക്കണത് ഓരോ കൊല്ലം. ഇനിയിപ്പോൾ ഞാൻ ഈ പൂരം കഴിഞ്ഞാൽ ഞാൻ അടുത്ത വിളിക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കയറി വരും. തൃശൂർ പൂരത്തിൽ പാറമേക്കാവിനായി അണിനിരുന്ന ഈ ഗജവീരന്മാരിൽ ചിലരുടെ ചിത്രങ്ങൾ പോലും ലഭ്യമായില്ലെങ്കിലും മനസ്സിൽ പതിഞ്ഞ രൂപം ശില്പങ്ങളാക്കി മാറ്റുകയായിരുന്നു രാജൻ. പഴയ കാലത്ത് ചെരിഞ്ഞു പോയുള്ള ആനകളാണ്. അപ്പോൾ അവരൊരു ഓർമ്മ പുതുക്കൽ കൂടിയിട്ട് ഇത് ചെയ്തുള്ളതാണ് ചെരിഞ്ഞു പോയി ആനകൾ വെക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ അച്ഛൻ്റെ കൂടെ ചെറുപ്പത്തിൽ 7 വയസ്സ് 8 വയസ്സുള്ളപ്പോൾ പോയി കണ്ടിട്ട് അച്ഛൻ പറയുന്നത് കേട്ടുള്ളതാണ് ഇത് ആരും മനസ്സിലത്തെ ഒരു ഓർമ്മയിൽ വെച്ചുണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്കാണെങ്കിൽ ഈ ആനകളെ എത്ര കണ്ടാലും മതിയാവില്ല. അപ്പം നമ്മുടെക്കും കൂടി ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളിതൊക്കെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. മരത്തിൽ 16 ഇഞ്ച് വലിപ്പത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഓരോ ശില്പവും 1 മാസം കൊണ്ടാണ് നിർമ്മിച്ചത്. ഇത് 10ാം തവണയാണ് രാജന്റെ കലാശില്പങ്ങൾ പാറമേക്കാവിന്റെ ചമയ പ്രദർശന വേദിയിൽ ഇടം പിടിക്കുന്നത്. എന്നാൽ കോവിഡിന് ശേഷം ഇതാദ്യമായും. വെക്കുന്നുള്ള നമുക്കൊരു മനസ്സിലൊരു സന്തോഷം അത്രേ ഉള്ളൂ. അത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആന അവിടെ ഇരിക്കണ്ടല്ലോ, അതൊരു സന്തോഷമാണ്. അത് ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ അറിയുന്ന ആൾക്കാർ രാജേട്ടൻ പൊരിപ്പിച്ചുട്ടാ തകർത്തുട്ടാ എന്നൊക്കെ പലരും ഒന്ന് പറയാം. അപ്പോൾ നമുക്കൊരു സന്തോഷം. മക്കളായ ശ്രീകുട്ടൻ, ശ്രീജിത്ത്, ചെറുമക്കളായ ശിവാനി, ശ്രീനിധി എന്നിവരും രാജന് മികച്ച സഹായങ്ങളും പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. പൂരത്തിന് ആവേശം തീർക്കുന്ന രാജേട്ടന്റെ കലാസൃഷ്ടികൾക്ക് ഇന്നോളം മികച്ച പിന്തുണയാണ് ദേവസ്വവും പൂരപ്രേമികളും നൽകി വന്നത്. TCV, തൃശൂർ. മലയോരത്തെ റബ്ബർ തോട്ടങ്ങളിൽ മഴക്കാലത്തും ടാപ്പിംഗ് സാധ്യമാക്കാനായി റബ്ബർ മരങ്ങളിൽ റെയിൻ ഗാർഡിംഗ് ആരംഭിച്ചു. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ അടക്കമുള്ള തോട്ടങ്ങളിലാണ് റെയിൻ ഗാർഡിംഗ് നടത്തിവരുന്നത്. ഏപ്രിൽ തുടക്കത്തിൽ വേനൽ മഴയ്ക്ക് മുൻപായി ഒട്ടുമിക്ക തോട്ടങ്ങളിലും റെയിൻ ഗാർഡിംഗ് നടക്കും. പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് മരങ്ങളെ ടാപ്പിംഗ് മാർക്കിന് ചുറ്റുമായാണ് കവചമൊരുക്കുന്നത്. മഴ തുടങ്ങിയാൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിച്ചേർത്തുള്ള റെയിൻ ഗാർഡിംഗ് അസാധ്യമായതിനാൽ ഇക്കുറി നേരത്തെ തന്നെ തോട്ടങ്ങളിൽ ഇതിനുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.
പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനായിരുന്ന കോതച്ചിറ കൂവപ്പുള്ളി പരമേശ്വരൻ നമ്പീശന്റെ പേരിലുള്ള സ്മൃതി പുരസ്കാരം തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിന് സമർപ്പിച്ചു. കൂവപ്പുള്ളി കുടുംബാംഗങ്ങളും കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതിയും സംയുക്തമായാണ് പുരസ്കാരം നൽകുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ മണലൂർ ഗോപിനാഥിന് പുരസ്കാരം സമർപ്പിച്ചു. ക്ഷേത്രമൂരാളൻ നാരായണൻ നമ്പൂതിരിപ്പാട് പൊന്നാടയണിയിച്ചു. ക്ഷേത്രമൂരാളൻ നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് കലാമണ്ഡലം പ്രിൻസിപ്പൽ ബാലസുബ്രഹ്മണ്യൻ, സംഘാടക സമിതി കൺവീനർ CM വേണുഗോപാൽ, ക്ഷേത്രം സെക്രട്ടറി സന്തോഷ്, ജനാർദ്ദന വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മണലൂർ ഗോപിനാഥിന്റെ ഓട്ടൻതുള്ളലും പേരാമംഗലം ഗുരുകൃപ കലാകേന്ദ്രത്തിന്റെ നൃത്യങ്ങളും അരങ്ങേറി. കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ കൊമ്പന്മാർ അണിനിരക്കും. 8,08,000 രൂപയ്ക്ക് ഏക്കത്തിനെത്തുന്ന കൊമ്പൻ തൃക്കടവൂർ ശിവരാജും പുതുപ്പള്ളി കേശവനും ചിറക്കൽ കാളിദാസനും പൂരത്തിനെത്തും. ഊക്കൻസ് കുഞ്ചു, ചിറക്കര ശ്രീരാം, അമ്പാടി ബാലൻ തുടങ്ങി മികച്ച ആനകളെല്ലാം തന്നെ കാട്ടകാമ്പാൽ പൂരത്തിനെത്തും. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ വടക്കേപ്പടവിൽ കൃഷിയിറക്കിയ പാടങ്ങളിൽ കൊയ്ത്ത് പൂർത്തിയായി. ബണ്ട് പൊട്ടി കൃഷിയിറക്കൽ വൈകിയ പാടങ്ങളിലെ കൊയ്ത്ത് വരും ദിവസങ്ങളിൽ നടക്കും. ചിറയൻകാട് ക്ഷേത്ര പരിസരത്തും വീടുകളിലുമായാണ് നെല്ല് സംഭരണം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഞാറുനടിൽ പൂർത്തിയായ പാടത്താണ് ഇപ്പോൾ കൊയ്ത്ത് പൂർത്തിയായത്. ചെറുവള്ളിക്കടവ് പാലത്തിന് സമീപം ശുദ്ധജല പദ്ധതിയുടെ വാൽവിലൂടെ കുടിവെള്ളം പാഴാകുന്നു. വാൽവിന്റെ തകരാറ് മൂലമാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. നേരത്തെ നമ്പരപ്പടവിന്റെ സമീപത്തെ പൈപ്പിന്റെ വാൽവ് തകരാറിലായി വെള്ളം സമീപത്തെ പാടത്തേക്ക് ഒഴുകിയിരുന്നു. ഈ വാൽവ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമീപത്തെ മറ്റൊരു വാൽവ് ലീക്കായി വെള്ളം പാഴാകുന്നത്. പൈപ്പിന്റെ വാൽവ് അറ്റകുറ്റപ്പണി നടത്തി വെള്ളത്തിന്റെ ചോർച്ച അടയ്ക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കാട്ടൂരിൽ റോഡ് ഷോ നടത്തി. LDF നേതാക്കളായ KR വിജയ, VM മനോജ് കുമാർ, NK ഉദയപ്രകാശ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ പൂരത്തിന്റെ മുഖ്യ സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് പിന്തുണയും ആശംസകളും അറിയിച്ച് ചേംബർ ഓഫ് കൊമേഴ്സ്. ഇരു ദേവസ്വങ്ങളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി പാറമേക്കാവ് ദേവസ്വം ഓഫീസിലെത്തിയ തൃശൂർ ചേംബർ പ്രതിനിധികൾ ദേവസ്വം ഭാരവാഹികൾക്ക് ആശംസകൾ അർപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില, സെക്രട്ടറി ജിജി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദേവസ്വം ഓഫീസുകൾ സന്ദർശിച്ചത്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ സമരത്തിനെതിരെ കേസെടുത്ത സംസ്ഥാന സർക്കാരിന്റേത് ഇരട്ടത്താപ്പാണെന്ന് വെൽഫെയർ പാർട്ടി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പൌരത്വ നിയമ ഭേദഗതി സമരങ്ങൾക്കെതിരെ കേസെടുക്കില്ല എന്ന പ്രഖ്യാപനം നിലനിൽക്കെ സർക്കാർ സമരസമൂഹത്തെ വഞ്ചിക്കുകയാണ്. എടുത്ത കേസുകൾ പിൻവലിച്ചുവെന്ന നുണ പ്രചരിപ്പിക്കുന്ന പിണറായി സർക്കാർ BJP അനുകൂല നിലപാട് ആവർത്തിക്കുന്നതിന്റെ തെളിവാണ് പുതിയ കേസ്. പൌരത്വ നിയമ ഭേദഗതി നിയമത്തോടും അതിന്റെ ഇരകളാകുന്ന മുസ്ലിം വിഭാഗങ്ങളോടും തീർത്തും വിവേചനപരമായ സമീപനമാണ് ഇടത് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. അഡ്വക്കേറ്റ് KS നിസാർ, KS ഉമൈറ, നവാസ് എടവിലങ്ങ്, സരസ്വതി വലപ്പാട്, KK ഷാജഹാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDFന്റെ നേതൃത്വത്തിൽ എളവള്ളിയിൽ റാലി നടത്തി. സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ചിത്രം ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളും മുത്തുകുടകളും കൊടികളും കൈയിലേന്തി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് റാലിയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. PV അശോകൻ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, LDF നേതാക്കളായ AV വല്ലഭൻ, PL ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. കവി ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്കയുടെ പുതിയ കവിതാ സമാഹാരമായ ഹിറ്റ്ലറുടെ വിലാപം കവിയും പ്രഭാഷകനുമായ ക്യാപ്റ്റൻ T രാധാകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. കവിയത്രി ശ്രീദേവി അമ്പലപുരം അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് SI മോഹൻദാസ് പുസ്തകം ഏറ്റുവാങ്ങി. നോവലിസ്റ്റ് ശ്രീനിവാസൻ കോവാത്ത്, P രഘുനാഥ്, രജനി തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മേച്ചേരിപ്പടിയിൽ പ്രവർത്തനം തുടങ്ങി. TN പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. UDF വെങ്കടങ്ങ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ അൽതാഫ് തങ്ങൾ അധ്യക്ഷനായിരുന്നു. UDF നേതാക്കളായ അസ്ഹർ തങ്ങൾ, K ദീപൻ, PP സ്റ്റീഫൻ, മണികണ്ഠൻ പഞ്ചറമ്പത്ത്, ഫൈസൽ കോടമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു.
പ്രിയതമയുടെ കരൾ ഏറ്റുവാങ്ങാൻ ഇനി ഷൈനില്ല. കയ്പമംഗലം സ്വദേശി 48 വയസ്സുള്ള കലയിൽ ഷൈനാണ് കരൾ രോഗബാധിതരായി ചികിത്സയിൽ കഴിയവേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബുധനാഴ്ച പുലർച്ചെ മരണത്തിന് കീഴടങ്ങിയത്. കയ്പമംഗലം കൊപ്രാക്കളത്തെ ടാക്സി ഡ്രൈവറായിരുന്നു ഷൈൻ. ഇതിനിടയിലാണ് 1 വർഷം മുൻപ് കരൾ രോഗം ബാധിക്കുന്നത്. ജീവിതം തിരിച്ചുപിടിക്കണമെങ്കിൽ കരൾ മാറ്റിവെക്കാതെ മറ്റ് മാർഗങ്ങളില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതോടെ പ്രതീക്ഷകളെല്ലാം തകർന്ന നിലയിലായിരുന്നു ഷൈനും കുടുംബവും. ശസ്ത്രക്രിയ ഇനിയും വൈകിയാൽ ജീവന് ആപത്താകുമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതോടെ ഭാര്യ സന്ധ്യ സ്വന്തം കരൾ ഭർത്താവിന് പകുത്തു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ശസ്ത്രക്രിയ നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നതിനിടയിലാണ് ഷൈൻ മരണത്തിന് കീഴടങ്ങിയത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് പാരിഷ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി ഒരുക്കിയ ഹൃദയത്തിൽ നിന്നും പുണ്യാളൻ എന്ന ഹ്രസ്വചിത്രം പ്രദർശനത്തിന് ഒരുങ്ങി. ബാലസാഹിത്യകാരനും അധ്യാപകനുമായ റാഫി നീലങ്കാവിൽ ചിത്രത്തിന്റെ സംവിധാനവും ഷിജോ ചൊവ്വല്ലൂർ സഹസംവിധാനവും നിർവഹിച്ചു. പാവറട്ടിയുടെയും പരിസര പ്രദേശങ്ങളുടെയും ദൃശ്യഭംഗിയിലൂടെയാണ് ഈ ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നത്. പ്രദേശത്തെ പ്രധാന ഇടങ്ങളെയും വ്യക്തികളെയും ചിത്രത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. കനോലി കനാൽ, ഏനമാവ് ബണ്ട്, കോൾപ്പാടങ്ങൾ, വഴിയമ്പലം, മാണിമുത്തപ്പന്റെ വീട് എന്നിവയ്ക്ക് പുറമെ പാവറട്ടി പള്ളിയുടെയും പുണ്യാളന്റെയും ചരിത്രവും പഴയകാല വാണിജ്യത്തിന്റെയും കൃഷിയുടെയും ചരിത്രവും ഉൾപ്പെടെ നാടിന്റെ വിവിധ കാഴ്ചകൾ മനോഹരമായി ഈ ഹ്രസ്വചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പാവറട്ടി പള്ളിയിലേക്ക് പുറപ്പെട്ട ഒരമ്മാമ്മയുടെ ഓർമ്മകളിലൂടെയും കുട്ടികളുടെ കാഴ്ചകളിലൂടെയുമാണ് ലഘുചിത്രത്തിന്റെ സഞ്ചാരമെന്ന് സംവിധായകൻ റാഫി നീലങ്കാവിൽ പറഞ്ഞു. നല്ല ഒരു ദൃശ്യഭംഗിയിലൂടെ, ഒരു സഞ്ചാരത്തിലൂടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെയും വഴിയമ്പലം പോലെയുള്ള ഇടങ്ങളെയും ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു ചരിത്രബോധം കുട്ടികളിൽ സൃഷ്ടിക്കാനും പുതിയ തലമുറയിൽ സൃഷ്ടിക്കാൻ ഈ ചലച്ചിത്രത്തിന് കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട്. TCV പാവറട്ടി. പാവറട്ടി പുണ്യാളൻ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ 148ാമത് തിരുനാൾ ആഘോഷങ്ങളുടെ വിളംബരം നടത്തി. നഗാരം കൊട്ടിയും കാഹളം മുഴക്കിയും പടയാളികളും ലിലിപ്പൂ കൈലേന്തിയ ഔസേ പിതാവും അലങ്കരിച്ച വാഹനത്തിൽ അണിനിരുന്നപ്പോൾ വിശ്വാസികൾക്ക് അത് അപൂർവ കാഴ്ചയായി മാറി. പുണ്യാളൻ ബ്രദേഴ്സിന്റെ തുടർച്ചയായ 3ാം വർഷത്തെ സംരംഭമാണിത്. പാവറട്ടി തീർത്ഥകേന്ദ്രം തിരുനടയിൽ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വിളംബര യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പുണ്യാളൻ ബ്രദേഴ്സ് പ്രസിഡന്റ് തോമസ് പള്ളത്ത് അധ്യക്ഷനായി. പാവറട്ടിയിലും പരിസര പ്രദേശങ്ങളിലും തിരുനാളിന്റെ വരവറിയിച്ച് വിളംബര യാത്ര കടന്നുപോയി. മാനേജിംഗ് ട്രസ്റ്റി ജോസി വടക്കൻ, പുണ്യാളൻ ബ്രദേഴ്സ് ഭാരവാഹികളായ KD ജോസ്, ജോർജ് വടക്കൂട്ട, VF വർഗീസ്, KK ജോൺസൺ എന്നിവർ വിളംബര യാത്രയ്ക്ക് നേതൃത്വം നൽകി. പാവറട്ടി വിശുദ്ധ ഔസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 148ാം മധ്യസ്ഥ തിരുനാളിന്റെ ചരിത്രവും പ്രാധാന്യവും ഉൾക്കൊള്ളിച്ച് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പ്രകാശനം നിർവഹിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഷാജൻ ജോസ് അധ്യക്ഷനായിരുന്നു. മാനേജിംഗ് ട്രസ്റ്റി VJ ജോസി, KF ലാൻസൺ, ജിയോ ജോൺ, VC ജെയിംസ്, ജോൺ ബെന്നീസ്, ജോസഫ് ചിരിയങ്കണ്ടത്ത്, ജോബി ഡേവിഡ്, PRO റാഫി നീലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു. LDF എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. എടത്തിരുത്തി ബസാറിൽ നിന്നും ആരംഭിച്ച റാലി പുളിഞ്ചോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. PK ഷാജു അധ്യക്ഷനായി. നേതാക്കളായ PM മുഹമ്മദ്, TP രഘുനാഥ്, മുഹമ്മദ് ചാമക്കാല തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പാണ് BJPയുടെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അതിനെല്ലാം ആളൂർ മഷിക്കുളത്തിൽ സൗജന്യ നീന്തൽ പരിശീലന പദ്ധതി ആരംഭിച്ചു. തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക്, കുഴിക്കാട്ടുശ്ശേരി ജീവൻ രക്ഷാ സ്വിമ്മിംഗ് അക്കാദമിയുടെ പങ്കാളിത്തത്തോടെയാണ് സൗജന്യ നീന്തൽ പരിശീലനം നടത്തുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം തുമ്പൂർ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ TS സജീവൻ നിർവഹിച്ചു. ഭരണസമിതി അംഗം ലിജോ ലൂവിസ് പുല്ലുക്കര അധ്യക്ഷനായിരുന്നു. പരിശീലകൻ MS ഹരിലാൽ, ഭരണസമിതി അംഗം ജിജോ പേരേപ്പാടൻ, സെക്രട്ടറി ഇൻചാർജ് KS മനോജ് എന്നിവർ സംസാരിച്ചു. സേവാഭാരതി പൂര ദിവസം പഴയ നടക്കാവ് ലക്ഷ്മി കല്യാണ മണ്ഡപ ഹാളിലും ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിലും സൗജന്യ ഭക്ഷണ വിതരണം ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തെക്കേ ഗോപുരനട, മണികണ്ഠനാൽ, പഴയ നടക്കാവ്, വടക്കേ ബസ് സ്റ്റാൻഡ്, കിഴക്കേക്കോട്ട, പാറമേക്കാവ് കോർപ്പറേഷൻ ഓഫീസ് പരിസരം എന്നിവിടങ്ങളിൽ ഔഷധ കുടിവെള്ളവും വിതരണം ചെയ്യും. 3 ഇടങ്ങളിൽ സൗജന്യ മെഡിക്കൽ എയ്ഡ് പോസ്റ്റുകളും 8 ആംബുലൻസ് സർവീസും ദുരന്ത നിവാരണ രംഗത്ത് പരിശീലനം നേടിയ 500 സേവകരും ഉണ്ടായിരിക്കും. MG സംഘമേശ്വരൻ, സുരേഷ്, AP വാസവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 22-ന് ജേണൽ ഓഫ് അഡ്വാൻസ് ഹെൽത്ത് റിസർച്ച് ആൻഡ് ക്ലിനിക്കൽ മെഡിസിൻ എന്ന പേരിൽ പുതിയ ജേണൽ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പ്രകാശനം നിർവഹിക്കും. ഫാദർ ആന്റണി മണ്ണുമ്മൽ, ഡോക്ടർ CR സാജു, ഡോക്ടർ TA അജിത്ത്, ജോസഫ് വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഈ മാസം 29, 30 തീയതികളായി റൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സൗജന്യ കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലോജിസ്റ്റിക്സ്, ബാങ്ക് കോച്ചിംഗ്, MBA എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് സെമിനാർ. KC ശ്രീജിത്ത്, ശ്രീന ശ്രീജിത്ത്, TS നാഗരാജൻ, AJ അജിൽ, മൃദുല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. OIOP മൂവ്മെന്റ് മാതൃസംഘടന ഈ മാസം 21-ന് EMS സ്ക്വയറിൽ ലോക്സഭാ സ്ഥാനാർത്ഥികളുമായി സംവദിക്കും. വയോജനങ്ങളുടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും അത് കൃത്യമായി മാസം തോറും കിട്ടണമെന്നാവശ്യപ്പെട്ടുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഷിംജോ ജെയിംസ്, അലക്സ് ജോസഫ്, അശോകൻ കൊട്ടേക്കാട്, T ചന്ദ്രഹാസൻ, K മുരളീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുല്ലഴി ഒളരി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം നഷ്ടമായ കുടുംബങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഹൈക്കോടതിയുടെ താൽക്കാലിക നിരോധന ഉത്തരവ് നിലനിൽക്കെ പൊളിച്ചു നീക്കപ്പെട്ട സ്ഥലങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് തുടർ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഒളരിക്കര മില്ല് റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ MA ജോസ്, ജെന്നീസ് പോൾ, CJ ഗ്ലെനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച പ്രതിസന്ധി ഒഴിവായി. വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ച ആനകളെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന സർക്കുലർ പിൻവലിച്ചു. മാനത്ത് കരിമരുന്നിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുന്ന തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് ഇന്ന്. സാമ്പിൾ വെടിക്കെട്ട് TCV തത്സമയം സംരക്ഷണം ചെയ്യും. പൂരപ്രേമികൾക്ക് ആനച്ചമയങ്ങളുടെ മതിവര കാഴ്ചയുടെ വർണ്ണവിസ്മയം ഒരുക്കി ചമയ പ്രദർശനത്തിന് തുടക്കമായി. തിരുവമ്പാടി ചമയ പ്രദർശനം കൗസ്തുഭ ഹാളിലും പറമേക്കാവ് ചമയ പ്രദർശനം അഗ്രശാലയിലുമാണ് നടക്കുന്നത്. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. പയ്യാക്കര സ്വദേശി ജസ്റ്റിനാണ് കുത്തേറ്റത്. പ്രതി ലിജോ ഒളിവിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.